ധന്യ മലയാള സിനിമയ്ക്കകത്ത് ഒരു പുതിയ സൂപ്പർ സ്റ്റാർ കൂടി ജനിച്ചിരിക്കുന്നു. അതായത് ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന് അതുപോലെ തന്നെ പരിഹാസങ്ങൾ കേട്ട് ഇപ്പം സമാജം സ്റ്റാർ എന്നൊക്കെ അദ്ദേഹത്തെ ആക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആക്ഷേപങ്ങളുടെ പെരുമഴ കിട്ടി വളർന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം വിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ബോഡി ബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, അഭിനയത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എത്ര പ്രശ്നങ്ങൾ വന്നാലും തളർച്ചകൾ വന്നാലും അതിനെ എല്ലാം പുതിയൊരു സമയം വരുമെന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോയി അവസാനം ഇപ്പം പറയുന്നത് പോലെ മേപ്പടിയാനും പിന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട സിനിമയുണ്ടായിരുന്നല്ലോ, ആ സിനിമയും ഒക്കെ വന്ന് വളരെയധികം നല്ലൊരു നിലയിലേക്ക് ഉണ്ണി എത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ആക്ഷൻ പടം, അതും മലയാള സിനിമ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ആക്ഷൻ പടം ചെയ്ത് ഇന്ത്യയിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന നടനായി മാറിയിരിക്കുന്നു ഒരു സിനിമ കൊണ്ട്. അപ്പോൾ പക്ഷേ ഉണ്ണി ഈ സമയത്ത് ചർച്ചകളിൽ ഇങ്ങനെ വരികയാണ്. കാരണം ഉണ്ണി മുമ്പ് കൊടുത്ത ചില അഭിമുഖങ്ങളിലൊക്കെ ഉണ്ണി പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അനുഭവിച്ച പ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു വിഷമവും സങ്കടവും ഒക്കെ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് വന്നവരുണ്ട്. എങ്കിൽ പോലും ഈ രീതിയിലേക്ക് പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി നിൽക്കുമ്പോഴും ഉണ്ണി അനുഭവിച്ച ചില പ്രശ്നങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. തന്നെ അത് ശ്രദ്ധിച്ചില്ലേ? ഉണ്ണി മൂന്തൻ്റെ ഒരു ട്രാൻസിഷൻ അത് നമ്മളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കഠിനാധ്വാനവും പരിശ്രമവും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് എല്ലാ തോൽവികളെയും, എല്ലാ പരാജയങ്ങളെയും, എല്ലാ വിമർശനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു. മലയാളിയെ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒരു സിനിമയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത ആളാണ് ഉണ്ണി മൂന്തൻ. ഉണ്ണി മൂന്തൻ്റെ ഒരു കാലത്ത് ഇപ്പോൾ മാളികപ്പുറം വലിയ വിമർശനങ്ങൾ ഉണ്ണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു അരിയണ്ണൻ വന്നിരുന്ന് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് അതിൻ്റെ പേരിൽ കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം മേപ്പടിയാൻ അതിൽ ഒരു സേവാഭാരതിയിൽ ആംബുലൻസ് വന്നു കരുതി ഉണ്ണി മൂന്തനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളാക്കി മാറ്റിക്കൊണ്ട് കുറേ ട്രോളുകൾ, വിവാദങ്ങളൊക്കെ ഈ ഉണ്ണി മൂന്തനെതിരെ വന്നു. ഈ ഹനുമാൻ ജയന്തിയോ അങ്ങനെ അത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ വരുമ്പോൾ ഫേസ്ബുക്കിൽ ഉണ്ണി ഏതെങ്കിലും തരത്തിലൊരു പോസ്റ്റ് ഇടുകയോ എന്തെങ്കിലും ചെയ്താൽ അതിനെതിരെ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ, അങ്ങനെ ഉണ്ണി മൂന്തൻ എന്ന് പറയുന്ന നടനെ തകർക്കാനായി എവിടെയൊക്കെയോ ഒരു കൂട്ടം ആളുകൾ ശ്രമിച്ചിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവിടെ നിന്നൊക്കെ അവർക്കൊന്നും മറുപടി കൊടുക്കാതെ ആ മറുപടി കൊടുക്കുന്നത് എങ്ങനെ ആയിരിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ കഠിനമായി അധ്വാനിച്ചതിൻ്റെ പ്രയത്നിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് കാണുന്ന മാർക്കോ സിനിമ എന്ന് പറയുന്നത്. ഉണ്ണിയുടെ കുറേ നാൾ മുമ്പുള്ള, എനിക്ക് തോന്നുന്നു ജോൺ ബ്രിട്ടാസുമായി ബന്ധപ്പെടുത്തി കൈരളി TV-യിൽ വന്ന ഒരു ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ വർഷങ്ങൾക്കിപ്പുറം വൈറലാവുന്നത്. ആ ഇൻ്റർവ്യൂവിൽ ഉണ്ണി മൂന്തൻ കരയുന്ന, വിങ്ങിപ്പൊട്ടുന്ന ഒരു സീനുണ്ട്. അതായത് ഉണ്ണി കരിയറിന് വേണ്ടി ജോലി ഉപേക്ഷിച്ചു, ആത്മഹത്യ ചെയ്താലോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിലൂടെ പോലും ഉണ്ണി മൂന്തൻ കടന്നു പോയിട്ടുണ്ട്. എങ്ങനെയാണ് ഉണ്ണി നിങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തതെന്ന് ഉണ്ണിയുടെ സുഹൃത്ത് ആ അഭിമുഖത്തിനിടയിൽ വന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ആ അവസരത്തിൽ തന്നെ ഒരു വാക്ക് പോലും മിണ്ടാതെ ഉണ്ണി മൂന്തൻ കരയുന്ന കാഴ്ചയാണ്. എന്നിട്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിക്കുന്ന ഉണ്ണിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. അന്ന് കരഞ്ഞ ഉണ്ണി മൂന്തൻ ഇന്ന് മലയാള സിനിമയിൽ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത്. ഒരാൾ എപ്പോഴും തോൽവിയുടെ രുചി മാത്രം അറിയില്ല, എപ്പോൾ മനുഷ്യൻ മാറും ഇല്ലേ? ഇപ്പോൾ നമ്മുടെയൊക്കെ ക്യാരക്ടർ അനുസരിച്ച് ഞാനൊക്കെ പെട്ടെന്ന് ഈ എത്ര ശത്രുവാണെങ്കിലും എൻ്റെ മുമ്പ് വന്ന് നിന്ന് കരഞ്ഞാലോ ഒരു 2 ഡയലോഗ് സെൻറ്റി ഡയലോഗ് അടിച്ചാലോ ഞാൻ അവിടെ വീഴുന്ന ഒരാളാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നമ്മളോട് കാണിക്കുന്ന നമുക്കൊരു തരത്തിലുള്ള ഒരു വില തരുന്നില്ല എങ്കിൽ പോലും ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ അത് കഴിഞ്ഞാൽ എൻ്റെ എന്ന മനസ്സിൽ ആ ഒരു പകയോ വിദ്വേഷമോ ഉണ്ടാകുക പോലുമില്ല. പെട്ടെന്ന് അവരുമായിട്ട് വീണ്ടും അവർ മനസ്സിൽ തിരിച്ചെന്ത് പെരുമാറുന്നു എന്ന് എനിക്കല്ല, ഞാൻ തിരിച്ച് അവരോട് നല്ല രീതിയിൽ പെരുമാറും. കാരണം എനിക്ക് അങ്ങനെ പകയും വിദ്വേഷവും വെച്ച് പെരുമാറാൻ അറിയാത്ത ഒരാളാണ് എന്ന് കരുതി ഞാൻ ഒരിക്കലും മാറില്ല എന്നുള്ളതല്ല. ചിലപ്പോൾ എൻ്റെ സ്വഭാവം കുറച്ച് നാൾ കഴിയുമ്പോൾ മാറുമായിരിക്കും. കുറച്ചുകൂടെ പക്വതയൊക്കെ, ഇപ്പം എനിക്ക് ഒട്ടും പക്വതയില്ലെന്ന് ഞാൻ പറയുള്ളൂ ചില കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ. അപ്പോൾ പാർത്തൻ്റെതായ സ്വഭാവ വീഴ്ചകൾ ഉണ്ടാകാം. ഒരു മനുഷ്യൻ എപ്പോഴാണ് അവൻ്റെ വ്യക്തി ജീവിതത്തിൽ ചേഞ്ച് ആകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളെ ഭാഗ്യം കടാക്ഷിക്കുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല.
തനിയെ വഴിവെട്ടി വന്നവനാണ് ഉണ്ണി മുകുന്ദൻ. അത് ശരിയാണ്. അയാൾക്കൊരു ഗോഡ് ഫാദർ ഇല്ല. അയാൾ ആരും കൈപിടിച്ചൊന്നും കൊണ്ടുവന്നിട്ടില്ല. അയാൾ സിനിമയ്ക്ക് വേണ്ടി ജോലി ഉപേക്ഷിച്ച് കഠിനമായി അധ്വാനിച്ച് പരിശ്രമിച്ച് ശരീരം നോക്കി വിവാദങ്ങൾ കേൾക്കുമ്പോഴും വരുമ്പോഴും അതിന് മറുപടി നൽകാതെ ഏറ്റവും സ്വീറ്റായി സംസാരിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ണി മുകുന്ദനുമായ ഒരു ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു ന്യൂസ് ചാനലിന് വേണ്ടി. മേപ്പടിയാൻ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഗുരുനാഥനാണ് ആ സിനിമയുടെ സംവിധായകൻ വിഷ്ണുമോഹൻ സാറ്. അപ്പോൾ അദ്ദേഹം ഉണ്ണി മുകുന്ദനുമായിട്ടായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ആ ഇൻ്റർവ്യൂ സമയത്തൊക്കെ നമ്മുടെ കംഫർട്ട് അനുസരിച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു താരം ഉണ്ണി മുകുന്ദൻ അന്നും ചെറിയ താരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഉണ്ണി മുകുന്ദൻ ഒരുപാട് ആരാധകരുള്ള ഒരാളാണ് ഉണ്ണി മുകുന്ദൻ. ഉണ്ണി മുകുന്ദനെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആ നടൻ വന്നിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ കംഫർട്ട് അനുസരിച്ച് ഒരു ലൈറ്റിൻ്റെ പ്രശ്നം വന്നാലും നിങ്ങളത് സമാധാനത്തിൽ ചെയ്തോളൂ, എനിക്ക് തിരക്കൊന്നുമില്ല, നിങ്ങൾ സമാധാനത്തിൽ അത് കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച് നമ്മളോടൊപ്പം കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ചിരിച്ചുല്ലസിച്ച് ഒരു ജാടകളിൽ. അപ്പോൾ ആളുകൾ പറയുന്നത് മാധ്യമങ്ങളുടെ മുന്നിൽ കാണിക്കാനാണ്. മാധ്യമങ്ങളുടെ മുന്നിൽ കാണിക്കാത്ത ഒരു ഉണ്ണി മുകുന്ദനെയും ഞങ്ങൾക്കറിയാം. പലതവണ ഏത് സാഹചര്യത്തിലെന്ന് പറയുന്നില്ല, പലതവണ അങ്ങനെ ഒരു ഉണ്ണി മുകുന്ദനെയും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ജാടയും ഇല്ലാതെ വന്നിരുന്ന് നമ്മളോടൊപ്പം സംസാരിച്ച് കളിച്ചിരി പറയുന്ന ഉണ്ണി മുകുന്ദൻ. പക്ഷെ അപ്പോഴും അയാളുടെ മനസ്സിലൊരു തീ അണയാതെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വിമർശിച്ചവരുടെയൊക്കെ മുന്നിലൂടെ വിജയിച്ച് വരണം, പറഞ്ഞവരൊക്കെ തിരുത്തി പറയണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു ഉണ്ണി മുകുന്ദൻ. അശ്വന്ത് ഗോക്കിൻ്റെയൊക്കെ റിവ്യൂ കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ അശ്വന്ത് ഗോക്കിൻ്റെ റിവ്യൂ കാണുന്ന ഒരാളല്ല. ഈ വിവാദങ്ങൾ വരുമ്പോൾ മാത്രം എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ വാർത്തകൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞിട്ട് അശ്വന്ത് ഗോക്കിന് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെന്നുള്ള അദ്ദേഹം ഇരുന്നിട്ട് അദ്ദേഹം കണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് വേണമെന്നുള്ളവർക്ക് എടുക്കുക, അല്ലാത്തവർക്ക് പോവാം. ഈ ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഞാൻ ആ റിവ്യൂ കാണാൻ പോയി. നിങ്ങൾക്ക് കാണുന്നവർക്ക് കാണാം, പക്ഷെ ഇജാതി വയലൻസ് ഇന്ത്യൻ സിനിമയിലില്ല. അതുപോലെയാണ് അയാൾ അതിൽ ചെയ്തു വച്ചേക്കുന്നത് എന്ന് പറയുമ്പോൾ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നായകന്റെ സ്റ്റാർഡം അങ്ങ് വലുതാവുകയാണ്. കൊറിയൻ സിനിമയിൽ പോലും ഇല്ലെന്ന് പറയുന്നത്. ഉണ്ണിയെ ഏത് ലെവലിലേക്കും പാകപ്പെടുത്തി എടുക്കാൻ ഒരു സംവിധായകന് കഴിയുമെന്ന് ഉണ്ണി തെളിയിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ സിനിമയിലൂടെ സംവിധായകനും ഉണ്ണി മുകുന്ദനും കൂടി തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പറയും പോലെ ഒരു സൂപ്പർ സ്റ്റാർ പദവി ഇത് എനിക്ക് ഇപ്പോൾ ഉർവശി എന്ന് പറയുന്ന നടി, എനിക്ക് തോന്നുന്നില്ല ഉർവശിക്ക് പകരം വയ്ക്കാൻ ഒരു നടി ഇന്ത്യൻ സിനിമയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവർ ചെയ്തു വെച്ച കഥാപാത്രങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരു നായികയ്ക്കും കഴിയില്ല. ഇനി എത്ര നാഷണൽ അവാർഡ് വാങ്ങിച്ചെന്ന് പറഞ്ഞാലും, ഇനി എന്തൊക്കെ ഭാരതരത്നം കിട്ടിയെന്ന് പറഞ്ഞാലും, ഉർവശി ചെയ്തു വെച്ച കഥാപാത്രങ്ങളൊന്നും ചെയ്യാൻ കഴിവുള്ള ഒരു നടിമാരും ജനിച്ചിട്ട് പോലുമില്ല എന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എന്നിട്ടും ഉർവശി ഒരിടത്തും ഞാനൊരു സൂപ്പർ സ്റ്റാർ ആണെന്ന് പറയുമ്പോൾ ഉർവശി പറയുന്നത് ഞാനൊരു നായികയാണ്, ഞാൻ സംവിധായകൻ്റെ നായികയാണ്, സംവിധായകൻ എന്ത് പറയുന്നു അതനുസരിച്ച് ചെയ്യുന്ന ഒരു നായികയാണ് ഞാൻ. ഉണ്ണി മുകുന്ദനും അതുപോലെയാണ്. ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉണ്ണി വരണമോ വേണ്ട അതൊക്കെ അവരുടെ ഇഷ്ടം, ഉണ്ണിയുടെ ഇഷ്ടം. പക്ഷേ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനെ ആളുകൾ അംഗീകരിച്ചു കഴിഞ്ഞു, ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇനി അയാളുടെ വളർച്ച നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായും.